ജി സുധാകരൻ ഇന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ബാധിച്ചിരിക്കുന്ന ജീർണതകൾ. അതാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇൻട്രോയിൽ തന്നെ അങ്ങ് പറഞ്ഞൊരു കാര്യമുണ്ട്. ശ്രീ എം വി രാഘവൻ പാർട്ടി കഴിഞ്ഞ ഒരു 50 വർഷക്കാലത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം, എം വി രാഘവൻ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയത് അല്ലെങ്കിൽ ഗൗരിയമ്മ പുറത്തുപോയത്, അതൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു എന്താ പറഞ്ഞ ഒരു ആശയത്തിന്റെ പേരിൽ പുറത്തുപോയി എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ആശയപരമായ ഭിന്നിപ്പല്ല. ഇപ്പോൾ ഗൗരിയമ്മയ്ക്ക് ഉണ്ടായതുപോലെയോ എം വി രാഘവൻ ഉണ്ടായതുപോലെയോ ഒരു ആശയപരമായ ഭിന്നിപ്പല്ല. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആയിട്ട് തന്നെ തുടരുന്നു. പക്ഷെ അദ്ദേഹം ഉയർത്തിയ ഒരു കാര്യം, അത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ഗൗരവത്തോടെ കേരളം ചർച്ച ചെയ്യാൻ പോവുകയാണ്. 60 വർഷക്കാലം CPM-നോടൊപ്പം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ, അത് പാർട്ടിയിലെ ഏറ്റവും തലമുതിർന്ന നേതാവ്, ഒരുപക്ഷെ അദ്ദേഹം തന്നെ പറയുവാനല്ലോ, VS അച്യുതാനന്ദൻ കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ഞാനാണ് എന്ന് അദ്ദേഹം പലവട്ടം പറയാറുണ്ട്. അങ്ങനെ ഒരാള് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ആ പാർട്ടിയുടെ മെമ്പർഷിപ്പ് പോലും പുതുക്കാതെ അദ്ദേഹം സ്വതന്ത്രനായിട്ട് മത്സരിക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശത്രുവിന്റെ ശത്രു മിത്രം എന്നതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശ്രീ പിണറായി വിജയന്റെ ഭരണം കേരളത്തിൽ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ആ അവസാനിപ്പിക്കലിന് മുൻകൈ എടുത്തുകൊണ്ട് ശ്രീ ജി സുധാകരൻ കടന്നു വരുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ UDF-നോട് ചേരുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ എന്താ പറഞ്ഞ പിന്തുണ ഞാൻ ചോദിക്കുന്നില്ല, ഞങ്ങൾ നിരുപാധികം അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുകയാണ്. ആ പിന്തുണ കൊടുക്കുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഇന്ന് CPM-നെ ബാധിച്ചിരിക്കുന്ന രാഷ്ട്രീയ ജീർണത അത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സഹിക്കാവുന്നതിലപ്പുറമായി, ഇവിടെ സുരേഷ് സൂചിപ്പിച്ചൊരു കാര്യം, അദ്ദേഹത്തിന്റെ വീടിന്റെ അടുത്ത് നടക്കുന്ന ബ്രാഞ്ച് സമ്മേളനം, ലോക്കൽ സമ്മേളനം, അദ്ദേഹം വീട്ടിലിരിക്കുക, അദ്ദേഹത്തെ വിളിക്കാറില്ല. ആലപ്പുഴയിലെ പുന്നപ്പുറ വയലാർ സമരത്തിലെ രക്തസാക്ഷികളുടെ രക്തസാക്ഷിത്വ ദിനം പാർട്ടി സമുചിതമായിട്ട് കൊണ്ടാടുമ്പോൾ അവിടെ ജീവിച്ചിരിക്കുന്ന തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ വിളിക്കുകയോ അതിനവിടെ പ്രസംഗിക്കാൻ അദ്ദേഹത്തിന് അവസരമോ, അദ്ദേഹം ഒറ്റയ്ക്ക് പോയി മുഷ്ടി ചുരുട്ടി ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ മനസ്സിലെ ആ നിശ്ചയദാർഢ്യത്തോടു കൂടി അദ്ദേഹം രക്തസാക്ഷികൾക്ക് അഭിവാദ്യം അർപ്പിക്കുന്നത് നമ്മൾ കണ്ടു. മുമ്പ് അദ്ദേഹം പറഞ്ഞ ഒരു പ്രസ്താവന, ഞാൻ അതിലൂടെ വരികയാണ്. ആലപ്പുഴ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇന്ന് നയിക്കുന്നത് ക്രിമിനൽ സംഘമാണെന്ന് അദ്ദേഹം മുമ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഗുണ്ടകൾ, ക്രിമിനൽ സംഘം. ഈ ക്രിമിനൽ സംഘങ്ങൾ ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ അവിടുത്തെ പാർട്ടിയിലെ പഴയ നേതാക്കന്മാരൊക്കെ VS പോയി, പളനി എന്താ പറയുക VS-ന്റെ കൂടെ നിന്ന് പോയി, ഭാസ്കരൻ പോയി, അവരെല്ലാം പോയി, ഒരു പുതിയ തലമുറ വന്നിരിക്കുകയാണ്. ആ പുതിയ തലമുറയുടെ പ്രതിനിധി എന്ന് പറയുന്നത് സജി ചെറിയാനാണ്. സജി ചെറിയാനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ CPM-ന്റെ ഇപ്പോ എന്താ പറഞ്ഞേ മസിൽ പവർ കൊണ്ട് എങ്ങനെ CPM-നെ പിടിച്ചു നിർത്താം എന്നുള്ളതിന്റെ പ്രായോഗിക രാഷ്ട്രീയക്കാരനും അത് എങ്ങനെയെന്ന് തെളിയിച്ചു കൊടുത്ത ആളുമാണ്. അതാണ് സജി ചെറിയാൻ. അപ്പൊ ഈ സജി ചെറിയാനോടൊപ്പം ഈ H സലാം, അതുപോലെ തന്നെ നാസർ, പിന്നെ അവരുടെ എന്താ പറഞ്ഞ സെക്കൻഡ് നിരയിൽ വന്നിരിക്കുന്ന നേതാക്കന്മാർ, ഷാനവാസിനെ പോലുള്ള ആളുകൾ, എന്താണ് അദ്ദേഹം നടത്തിയ എന്താ പറഞ്ഞ മയക്കുമരുന്ന് അല്ലെങ്കിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ 5 നേരം നിസ്കരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പോ ശ്രീ ജി സുധാകരൻ ചൂണ്ടിക്കാണിച്ചതുപോലെ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് പണം സമ്പാദനത്തിനും ധനം സമ്പാദനത്തിനും മസിൽ പവർ രാഷ്ട്രീയത്തിലും അതിലൂടെ ആളുകളെ ഭയപ്പെടുത്തിക്കൊണ്ട് സ്വത്ത് സമ്പാദിക്കുന്ന ഒരു പുതിയ തലമുറയിലേക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരൻ മാറിയിരിക്കുന്നു. ഇന്നത്തെ ആ പോസ്റ്റർ ഒട്ടിക്കുന്ന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ നമ്മൾ കാണുന്നത് സഖാവ് നെട്ടൂരാന്റെ വണ്ടി തടഞ്ഞിട്ട്, പഴയൊരു ചിത്രമുണ്ടല്ലോ, നെട്ടൂരാന്റെ വണ്ടി തടഞ്ഞു കഴിഞ്ഞപ്പോൾ നെട്ടൂരാൻ ഇറങ്ങി വന്നിട്ട് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, നീ വിളിച്ചതിൽ ഒരുപാട് മുദ്രാവാക്യം വിളിച്ചവനാണ് ഞാൻ എന്ന് പറഞ്ഞ പോലെ, ഇന്നത്തെ ആ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ പോസ്റ്റർ ഒട്ടിക്കലിന് ശേഷം വർഗവഞ്ചകൻ എന്ന് ജി സുധാകരനെ വിശേഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ആ പ്രതികരണം, അത് സഖാവ് നെട്ടൂര ലാൽ സലാം സിനിമയ്ക്കകത്തുള്ള ആ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ നേർചിത്രമായിട്ട് നമ്മൾ കാണുന്നു. ഇവരൊന്നും കമ്മ്യൂണിസ്റ്റുകാരല്ല, ഇവർ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ പേറുന്നവരല്ല, മറിച്ച് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മസിൽ പവറിനെ ഉപയോഗിച്ചുകൊണ്ട് ധനസമ്പാദനത്തിനും മറ്റ് രീതിയിലുമുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നയാൾ.